കെഎസ്ആർടിസിയിലെ യൂണിയൻ ഭരണത്തിനെതിരെ ആഞ്ഞടിച്ച് മുൻ MD ടോമിൻ ജെ തച്ചങ്കരി. വഴങ്ങാത്ത മേലധികാരിയെ സ്വാധീനം ഉപയോഗിച്ച് നീക്കുന്ന വൻ ശക്തികളാണ് കെഎസ്ആർടിസിയിലെ യൂണിയനുകൾ എന്ന് തച്ചങ്കരി പറഞ്ഞു. വഴങ്ങുന്നയാളല്ല മേലധികാരിയെങ്കിൽ യൂണിയനുകൾ കുപ്രചരണം നടത്തും, പിന്നെ സ്വാധീനം ഉപയോഗിച്ച് മാറ്റും. ന്യൂസ് 18 വരികൾക്കിടയിൽ പരിപാടിയിലാണ് തച്ചങ്കരി മനസ്സൂറുന്നത്. യൂണിയൻ നേതാക്കളെ ഞാനുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാം. അവരെ ഞാൻ എന്ത് ചെയ്താലും അതിൽ എതിർക്കുമായിരുന്നു. അതായിരുന്നല്ലോ ഒരു പ്രധാന കാരണവും. ഇതിനകത്ത് ഏതാ ശരി ഏതാ തെറ്റെന്ന് പറയേണ്ട ഒരു സെഗ്മെൻറ്റാണ് ഗവൺമെൻറ്. എല്ലാ സ്ഥലത്തെയും സംഘടനകളുടെ ഒരു പ്രത്യേകതയാണ്, അവരാദ്യം ഈ ചീഫ് എക്സിക്യൂട്ടീവിനെ ന്യൂട്രലൈസ് ചെയ്യാൻ നോക്കും. ന്യൂട്രലൈസ് എന്ന് പറഞ്ഞാൽ അയാളുടെ പേരിൽ അലിഗേഷൻ പറയും, അയാളെ പറ്റി വേറെ കുപ്രചരണങ്ങൾ പറയാം. അതൊക്കെ ഒരു സ്റ്റൈലാണ്. ഇതിലൊന്നും വരളാത്ത ആളാണെന്ന് കണ്ടാൽ പിന്നെ അവരടുത്ത ലെവലിൽ എന്നെ മാറ്റാൻ സ്വാധീനമുള്ളവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. MD സ്ഥാനം നഷ്ടപ്പെട്ടതിൽ നിരാശയുണ്ടെന്നും തച്ചങ്കരി പറഞ്ഞു. കുറഞ്ഞ കാലം കൊണ്ട് ഏറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞെന്നും അദ്ദേഹം വ്യക്തമാക്കി. 10,500 ബസ്സുകളുമായി ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് ഈ ഗ്രാമീണ മേഖലയെ മൊത്തം അങ്ങ് കലക്കാൻ പറ്റും. ഇവിടെ ലാഭം ഉണ്ടായാലും അവിടെ കോസ്റ്റ് കിട്ടിയാൽ മതി. അപ്പോൾ അവരുടെ ഒരു ഗുഡ് വില്ല് കിട്ടാനുള്ള ഒരു ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ആ വിഡ്രോ ചെയ്യപ്പെട്ട ബസ്സുകളുടെ സ്ഥാനത്ത് അതിൻ്റെ ഇരട്ടിയായിട്ട് അവർക്ക് തിരിച്ചു കൊടുക്കുക, അതെനിക്ക് കഴിയാത്തത് എനിക്ക് വിഷമം. അത് മാത്രമേ ഉള്ളൂ മനസ്സിൽ അവശേഷിക്കുന്ന ഒരു ദുഃഖം. 1.5 വർഷം കൂടി കിട്ടിയിരുന്നുവെങ്കിൽ കെഎസ്ആർടിസിയുടെ മുഴുവൻ കടങ്ങളും തീർക്കാൻ തനിക്ക് കഴിയുമായിരുന്നുവെന്നും ടോമിൻ ജെ തച്ചങ്കരി പറഞ്ഞു. കോർപ്പറേഷൻ നേട്ടത്തിലേക്ക് വന്ന സമയത്താണ് തന്റെ സ്ഥാനചലനം. അല്ലായിരുന്നുവെങ്കിൽ കോർപ്പറേഷനെ ലാഭത്തിലാക്കിയതിനു ശേഷം മാത്രമേ താൻ പടിയിറങ്ങുമായിരുന്നുള്ളൂ എന്നും തച്ചങ്കരി പറഞ്ഞു. കെഎസ്ആർടിസിയെ ലാഭത്തിലാക്കാന്ന് മാത്രമല്ല, പഴയ കടങ്ങളൊക്കെ തീർക്കാനും കഴിഞ്ഞേനെ. ഇപ്പോൾ 700 കോടി രൂപയോളം കടമുണ്ട് പല സ്ഥലത്തും. GST, അതുപോലെ തന്നെ മറ്റേ TDS അടയ്ക്കാതിരിക്കുക, ആൾക്കാർക്ക് കൊടുക്കാനുള്ള പൈസ, സപ്ലൈസ് എന്നുള്ളത് എല്ലാം കൂടി. അപ്പോൾ ഓരോ മാസമായിട്ട് കുറച്ച് പൈസ കൊടുക്കാനും കഴിഞ്ഞേനെ. ഞാൻ പറയുന്നത്, ഞാൻ തോമസ് ഐസക് സാറിനോട് പറയുകയും ചെയ്തു, 1.5 വർഷം കഴിയുമ്പോൾ സാർ അങ്ങ് എന്നോട് ചോദിക്കും കുറച്ച് പൈസ മറിക്കാനുണ്ടോ, തിരിച്ചു തരാം. TG സജിത്ത് ചേരും തിരുവനന്തപുരത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സജിത്ത്, അത്തരത്തിൽ ഒരു വലിയ ആത്മവിശ്വാസത്തിൽ നിൽക്കുമ്പോഴാണ് തച്ചങ്കരിയെ ഇറക്കിവിട്ടത്. അത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. 1.5 വർഷം കഴിയുമ്പോൾ സംസ്ഥാനത്തിന്റെ ധനമന്ത്രി തന്നെ എന്നോട് ചോദിച്ചേനെ, കുറച്ച് പൈസ തരാമോ സംസ്ഥാനത്തിന്റെ വിഷയങ്ങൾ തീർക്കാൻ. ആ ഒരു ഘട്ടത്തിൽ ഇറക്കിവിടുന്ന കാര്യത്തിലെ അമർഷവും നിരാശയും ഒക്കെ പങ്കുവച്ചാണ് തച്ചങ്കരി യൂണിയനുകൾക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത്. എങ്ങനെ കാണണം തച്ചങ്കരിയുടെ വാക്കുകളെ? രഞ്ജിത്ത്, യൂണിയൻ നേതാക്കൾക്കെതിരെയാണ്, അല്ലെ യൂണിയൻ നേതൃത്വത്തിനെതിരെയാണ് തച്ചങ്കരി രംഗത്തെത്തിയതെങ്കിലും ഫലത്തിലത് പ്രതിക്കൂട്ടിലാക്കുന്നത് സർക്കാരിനെ തന്നെയാണ്. കാരണം ഇത്രയധികം യൂണിയനുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സർക്കാർ തന്നെ മാറ്റി എന്നതാണ് തച്ചങ്കരി പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ നഷ്ടത്തിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം അത് ലാഭത്തിലാക്കാൻ വേണ്ടിയുള്ള തൻ്റെ പരിശ്രമങ്ങൾ അത് ഫലം കണ്ട് തുടങ്ങിയ സമയത്ത് യൂണിയൻ്റെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങി എന്നതാണ് പറയാതെ കൃത്യമായി തന്നെ സൂചന നൽകി തച്ചങ്കരി പറയുന്നത്. ഒരു തെരഞ്ഞെടുപ്പ് കാലത്തടക്കം വലിയ ചർച്ചയ്ക്ക് ഇടവയ്ക്കാവുന്ന പ്രസ്താവനകളും നീക്കങ്ങളും തന്നെയാണ് തച്ചങ്കരിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാം, വലിയ വിവാദങ്ങളിൽപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ടോമിൻ ജെ തച്ചങ്കരി എങ്കിലും അദ്ദേഹം KSRTCയുടെ MD സ്ഥാനത്തെത്തിയതിനു ശേഷം നടത്തിയ നീക്കങ്ങൾ അത് വലിയ രീതിയിൽ ചില ഫലം കണ്ടു എന്ന സാമ്പത്തിക കണക്കുകൾ തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ യൂണിയൻ നേതൃത്വവുമായുള്ള അസ്വാരസ്യങ്ങൾ അത് രൂക്ഷമായിരുന്നു. അത്തരമൊരു പ്രതിസന്ധി നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ KSRTCയിൽ നല്ല ചില ഫലസൂചനകൾ കണ്ടു തുടങ്ങി എന്ന കണക്കുകൾ പുറത്തു വരുന്ന ഒരു ഘട്ടത്തിലാണ് തച്ചങ്കരി പുറത്തു പോകുന്നത്. സ്വാഭാവികമായും ആ ഒരു വേദനകളടക്കം പങ്കുവെച്ചുകൊണ്ടാണ് തച്ചങ്കരി ഇപ്പോൾ പ്രതികരിക്കുന്നതെന്നാണ് വസ്തുത. എന്തായാലും സർക്കാരിന് മേലാണ് തച്ചങ്കരി പ്രധാനമായും ചോദ്യമുന്നയിക്കുന്നത്. സർക്കാരിനെയാണ് പ്രതിസ്ഥാനത്ത് നിർത്തുന്നത്. ഇതൊരു മറ്റൊരു വെല്ലുവിളിക്കും സാധ്യതയുണ്ട്. കാരണം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ സർവീസ് ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണോ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് എന്ന തരത്തിലുള്ള വരും ചോദ്യങ്ങളും ഉണ്ടാവും. ഏതായാലും മന്ത്രിയുടെ അടക്കമുള്ള പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. നേരത്തെ മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരമാണ് ടോമി ജെ തച്ചങ്കരി ഇത്ര എതിർപ്പുകൾക്കിടയിലും MD സ്ഥാനത്ത് തുടരുന്നത് എന്ന ആരോപണമുണ്ടായിരുന്നു. യൂണിയനുകളുടെ കടുത്ത സമ്മർദ്ദമുണ്ട്. അത് CITU യൂണിയൻ മാത്രമല്ല, CPM അനുകൂല സംഘടനകൾ മാത്രമല്ല, മറ്റ് പ്രതിപക്ഷ അനുകൂല സംഘടനകളും തച്ചങ്കരിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രിസഭാ യോഗത്തിൽ തച്ചങ്കരിയെ മാറ്റാനുള്ള തീരുമാനമുണ്ടാവുകയും ചെയ്യുന്നത്. എന്തായാലും പൊതുവിൽ
സർക്കാരിന് നല്ല രീതിയിൽ ഒരു കോർപ്പറേഷനെ നയിച്ച വ്യക്തിയെ പുറത്താക്കി എന്ന ഒരു പൊതുപ്രതീതി ജനിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. തച്ചങ്കരിയുടെ ഈ പ്രസ്താവന തുറന്നു പറയുന്നതോടുകൂടി അത് കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും. എന്തായാലും യൂണിയൻ നേതൃത്വങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ യൂണിയൻ നേതൃത്വങ്ങൾക്കെതിരെ പരസ്യമായി നീങ്ങുന്ന തച്ചങ്കരി പക്ഷേ ലക്ഷ്യമിടുന്നത് സർക്കാരിൻ്റെ നീക്കത്തെയാണ്. അത് മുഖ്യമന്ത്രിയും മന്ത്രിസഭാ യോഗവും എടുത്ത തീരുമാനത്തിലുള്ള കടുത്ത വിമർശനമാണ് തച്ചങ്കരി തുറന്നു പറയുന്നത്. ഇപ്പോൾ ശശി കാഞ്ഞിരമ്പാറ KSRTCയിലെ INTUC യൂണിയന്റെ പ്രതിനിധിയാണ്. അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ശശി കാഞ്ഞിരമ്പാറ, തച്ചങ്കരിയുടെ പ്രതിഷേധം മുഴുവൻ യൂണിയൻ നേതാക്കൾക്കെതിരെയാണ്. 1.5 വർഷം കൂടി തനിക്ക് സമയം ലഭിച്ചിരുന്നുവെങ്കിൽ KSRTCയെ താൻ ലാഭത്തിലുള്ള ഒരു കോർപ്പറേഷനായി മാറ്റുമായിരുന്നു. വേണമെങ്കിൽ അതിന്റെ പണം സംസ്ഥാന ഖജനാവിലേക്ക് വേണമെങ്കിലും കൊടുക്കാൻ തക്ക തരത്തിൽ ഉള്ള പരിഷ്കാരങ്ങൾ താൻ നടപ്പിലാക്കി വരികയായിരുന്നു. അപ്പോഴാണ് ഈ യൂണിയൻ നേതാക്കളുടെ ഇടപെടൽ, അനാവശ്യമായ ഇടപെടൽ. എങ്ങനെ കാണുന്നു ഈ വാക്കുകളെ? ശ്രീ തച്ചങ്കരി 1.5 കൊല്ലം കൂടെ തുടർന്നിരുന്നെങ്കിൽ KSRTC എന്ന് പറയുന്ന സ്ഥാപനം കാണില്ലായിരുന്നു. ഏതെങ്കിലും പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ പേരായിരിക്കും KSRTCക്ക് നൽകേണ്ടി വരിക. ഇവിടെ അദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ ശ്രീ ഹേമചന്ദ്രൻ ഇവിടെ നിന്ന് പോകുമ്പോൾ KSRTCയുടെ കടമെല്ലാം നികത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം പോയത്. അതായത് ബാങ്കിംഗ് കൺസോർഷ്യം കരാർ മുഖാന്തരം ഒരു ദിവസം 2 കോടി രൂപയാണ് KSRTCക്ക് നീക്കിയിരിപ്പുണ്ടായത്. അതായത് ഒരു മാസം 60 കോടി രൂപ. അതിനു പുറമെ പെൻഷൻ സർക്കാർ പകുതി ഒരു കൊല്ലത്തേക്ക് കൊടുക്കാൻ ഏറ്റെടുത്തത് മൂലം ഒരു മാസം 30 കോടി രൂപ. ശ്രീ ഹേമചന്ദ്രന്റെ നടപടി മൂലം അതിന്റെ തുടർച്ചയായാണ് ചാർജ് വർധനവ് നടന്നത്. അത് ഏകദേശം 30 കോടി രൂപ ഒരു മാസം വരുമാന വർധനവുണ്ടായി. അപ്പോ 60-ഉം 30-ഉം 90-ഉം 30-ഉം 120 കോടി രൂപ അതിനു മുമ്പുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് KSRTCക്ക് മിച്ചം പിടിച്ച ഒരു സാഹചര്യത്തിലാണ് ശ്രീ തച്ചങ്കരി KSRTCയുടെ MD ആയത്. അദ്ദേഹം ഈ സ്ഥാപനം നേരെ ചൊവ്വേ നടത്തിയിരുന്നെങ്കിൽ KSRTC ഇതിനു മുമ്പേ തന്നെ ലാഭത്തിലാകുമായിരുന്നു. എന്റെ വിശ്വാസം ശ്രീ ഹേമചന്ദ്രൻ ഇവിടെ തുടർന്നിരുന്നെങ്കിൽ 10 പൈസ സർക്കാരിൽ നിന്ന് വാങ്ങാതെ KSRTCക്ക് ശമ്പളവും പെൻഷനും ആനുകൂല്യവും കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. തച്ചങ്കരി ചെയ്തത് അദ്ദേഹം ഇവിടെ വന്നൊരു സ്വകാര്യ മുതലാളിയുടെ രീതിയിലുള്ള ചില നടപടികൾ അദ്ദേഹം ഇവിടെ നടത്തി. ഇതൊരു പൊതുമേഖലാ സ്ഥാപനമാണ്, ട്രേഡ് യൂണിയൻ അവകാശങ്ങളുള്ള ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ പാലിക്കേണ്ട നിയമങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ പാലിച്ചേ പറ്റൂ. പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ അദ്ദേഹം ഇവിടെ ചെയ്തു കൂട്ടിയതൊക്കെ ഒരിക്കലും ഒരു തൊഴിലാളി സർക്കാരിന് അഭിമാനിക്കാൻ കഴിയുന്നതായിരുന്നില്ല എന്നതാണ് വാസ്തവം. പിന്നെ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന സിസ്റ്റം മുഴുവൻ തകർത്തിട്ടിട്ടാണ് പോയത്. അപ്പൊ ഞങ്ങൾ സ്വകാര്യ സംഭാഷണത്തിൽ അദ്ദേഹത്തോട് ചോദിക്കാറുണ്ടായിരുന്നു, എന്താ ഈ ചെയ്യുന്നത്, ഈ തകർത്തെറിയുന്നത് എന്ത് ചെയ്യും? അപ്പൊ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ മറുപടി, ഡിസ്ട്രക്ഷൻ ബിഫോർ കൺസ്ട്രക്ഷൻ. ഇത് തകർത്താലേ ഇത് പുനഃസൃഷ്ടിക്കാൻ കഴിയൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ തമാശയെങ്കിലും ഞങ്ങൾ അദ്ദേഹത്തോട് പറയുമായിരുന്നു, നിങ്ങൾ തകർത്തിട്ടിട്ട് പോകരുത് എന്ന് പറയുമായിരുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. KSRTCയുടെ സിസ്റ്റത്തെ മുഴുവൻ തകർത്തിട്ട് ഇവിടെ ആർക്കും എന്തും ഒരു ഉത്തരവാദിത്വവും ആർക്കും ഇല്ലാത്ത രീതിയിൽ KSRTCയിലുള്ള വിവിധ കാറ്റഗറികളെ തമ്മിലടുപ്പിച്ച് ഇവിടെ ഉള്ള ആനുകൂല്യങ്ങൾ ഞങ്ങൾ വാസ്തവത്തിൽ ഇല്ലാത്ത ഒരു ഭാഗമാണ്. പക്ഷെ ജനങ്ങൾ ധരിച്ചിരിക്കുന്ന അങ്ങനെയല്ല. എങ്കിൽ പോലും അതൊക്കെ പിടിച്ചെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ ഈ സ്ഥാനത്ത് ശശി അപ്പോഴും ഈ പറഞ്ഞതുപോലെ വലിയ ലാഭത്തിലും ശമ്പളം കൊടുക്കാൻ പോലും കഷ്ടപ്പെട്ടിരുന്ന സ്ഥാപനം തന്നെയല്ലേ KSRTC? വലിയ ലാഭത്തിൽ പ്രവർത്തിച്ച സ്ഥാപനമായിരുന്നില്ലല്ലോ. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചില നടപടികളെങ്കിലും ഈ സ്ഥാപനത്തിൽ വരുമാന വർധനവിന് ഇടയാക്കിയെങ്കിൽ അത് ചിലപ്പോൾ ചില അസ്വാരസ്യങ്ങളൊക്കെ യൂണിയനുകൾക്കും ഈ പറഞ്ഞ പോലെ ജീവനക്കാർക്കും ഒക്കെ സംഭവിപ്പിച്ചേക്കാം. എങ്കിലും ഒരു സ്ഥാപനം അതിന്റെ നിലനിൽപ്പ് തന്നെ അല്ലേ ആത്യന്തികമായി നമുക്ക് വേണ്ടത്? നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം, 25 കൊല്ലത്തിന് ശേഷം KSRTCയുടെ ഖജനാവിൽ നിന്നാണ് ശമ്പളം കൊടുത്തതെന്ന് ഒരു IPS ഉദ്യോഗസ്ഥൻ ഇത്ര പച്ചക്കള്ളം പറയാമായിരുന്നു? നിങ്ങൾ ആ പഴയ വിവരാവകാശ നിയമം എടുത്ത് ചോദിക്ക്. 2006-11 UDFന്റെ സർക്കാരിന്റെ കാലത്ത് പകുതി ഇതെല്ലാം KSRTCയുടെ ഫണ്ടിൽ നിന്ന് തന്നെയാണ് ശമ്പളം കൊടുത്തിട്ടുള്ളത്. ശബരിമലയിൽ ഇത്തവണ വന്ന ഒരു പ്രത്യേക വരുമാന വർധനവും ആ ഒരു വരുമാന വർധനം എടുത്ത് അത് തട്ടിക്കൂട്ടി ഒരു മാസത്തെ ശമ്പളം കൊടുത്തിട്ട് ഇപ്പൊ അടുത്ത വരുന്ന 2 മാസങ്ങളിൽ ഒരു കൊല്ലത്തിൽ ഏറ്റവും വരുമാനം കുറയുന്ന മാസങ്ങളാണ് ഈ മാസവും അടുത്ത മാസവും അതിനടുത്ത മാസവും. അതൊക്കെ എല്ലാം അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്തോണ്ടല്ല. അദ്ദേഹത്തിന് സ്ഥലമാറ്റം വരുമെന്ന് ഉറപ്പായപ്പോ ജനങ്ങളുടെ മുമ്പിൽ ഒരു രക്തവാത്സല്യത പരിവേഷം വരുത്താൻ വേണ്ടി നിങ്ങളെപ്പോലെ കുറെ മാധ്യമങ്ങളുടെ പിന്തുണയും കൂടെ വെച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാനാണ് അക്ഷരാർത്ഥത്തിൽ ശ്രമിച്ചത്.
അല്ലാതെ ഇവിടെ KSRTC നന്നാക്കാനൊന്നും അല്ല അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെല്ലാം പാഴ്വാക്കായിരുന്നു എന്ന് അദ്ദേഹത്തിന് എന്നെ ഇപ്പം ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ തച്ചങ്കരിക്ക് ഈ ജനങ്ങളുടെ ഇടയിൽ ഒരു പ്രത്യേക ഒരു മുഖമുണ്ട്. ആ വികൃതമായ മുഖം KSRTC ഉപയോഗിച്ച് അതിനെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നതാണ് വാസ്തവം. വലിയ ഹരിചന്ദ്രനൊന്നും ആവേണ്ട അദ്ദേഹം ആരാണെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്കറിയാം, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് തൊഴിലാളികൾക്കറിയാം, ഈ രാജ്യത്തെ തൊഴിലാളി പ്രവർത്തകർക്കറിയാം. അദ്ദേഹം അതുകൊണ്ട് തൊഴിലാളികളെയും തൊഴിലാളി പ്രവർത്തകരെയും ഒന്നും അങ്ങനെ അടച്ച് ആക്ഷേപിച്ചിട്ട് ശശി പ്രതികരിച്ചതിന്. ശശി കാഞ്ഞിരപ്പാറയാണ് ANTUS നേതാവ്. ഇപ്പോൾ CITU നേതാവ് ഹരികൃഷ്ണനും ഒപ്പം AITUCന്റെ രാഹുലും ടെലിഫോൺ ലൈനുണ്ട്. അതിനു മുൻപ് ഒരു പ്രധാനപ്പെട്ട വാർത്ത KSRTCയുമായി ബന്ധപ്പെട്ട് തന്നെ അത് അവരുടെ ശ്രദ്ധയിലേക്ക് കൂടി വേണ്ടിയാണ് ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്നത്. ആ വാർത്ത ഒന്ന് കേൾക്കുക രണ്ടുപേരും ദയവായി. KSRTC ദിവസ വരുമാനത്തിൽ വൻ ഇടിവ്. കഴിഞ്ഞ മാസം 8.5 കോടി രൂപ വരെ കളക്ഷൻ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വരുമാനം 6 കോടി രൂപയ്ക്കും താഴെയാണ്. ടോമിൻ ജെ തച്ചങ്കരി MD സ്ഥാനം ഒഴിഞ്ഞ ശേഷമുള്ള കഴിഞ്ഞ 3 ദിവസത്തെ കളക്ഷനിലും വൻ കുറവുണ്ടായി. കഴിഞ്ഞ മാസം 7-ാം തീയതിയാണ് KSRTCയുടെ വരുമാനം ആദ്യമായി 8.5 കോടി രൂപ കടന്നത്. എന്നാൽ മണ്ഡലകാലം അവസാനിച്ച കഴിഞ്ഞ മാസം 20-ാം തീയതി മുതൽ തന്നെ വരുമാനം ഇടിഞ്ഞു തുടങ്ങി. കഴിഞ്ഞ 5 ദിവസവും 6 കോടി രൂപയിൽ താഴെയാണ് കളക്ഷൻ. മണ്ഡലകാലത്തിന് ശേഷം ജനുവരി 28-ന് മാത്രമാണ് കളക്ഷൻ 7 കോടി രൂപയിലെത്തിയത്. മണ്ഡലകാലത്തിന് ശേഷമുള്ള ദിവസ വരുമാന കണക്ക് ഇങ്ങനെ. കഴിഞ്ഞ മാസം 31-നാണ് ടോമിൻ ജെ തച്ചങ്കരി സ്ഥാനമൊഴിയുന്നത്. അതിനുശേഷമുള്ള 3 ദിവസത്തെ വരുമാനത്തിലും വലിയ ഇടിവുണ്ടായി. വരുമാനക്കുറവുണ്ടായെന്നും വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ഓപ്പറേഷണൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. സർവീസ് നടത്തിപ്പിലെ അപാകതയാണ് വരുമാനം കുറയാൻ കാരണമെന്നാണ് കണക്കാക്കുന്നത്. അതിനാൽ സർവീസ് റദ്ദു ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും വരുമാനമുള്ള ഷെഡ്യൂളുകൾ പരമാവധി പ്രവർത്തിപ്പിക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. ഇതോടൊപ്പം നേരത്തെ നൽകിയിട്ടുള്ള ഡിപ്പോ ടാർഗറ്റ് പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം. CITU നേതാവ് ഹരികൃഷ്ണൻ ടെലിഫോൺ ലൈനുണ്ട്. ഹരികൃഷ്ണൻ, ഈ കണക്കുകൾ അത് താങ്കൾക്ക് വ്യക്തമായി കാണും. ഇപ്പോൾ അത് ഏതാണ്ട് 6 കോടി രൂപയിൽ താഴെ ദിവസ വരുമാനത്തിലേക്ക് KSRTC വന്നിരിക്കുന്നു. എങ്ങനെ കാണണം ഈ കണക്കുകളെ? അല്ല, ഇത് തന്നെയല്ല ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ ട്രേഡ് യൂണിയൻകാർ വലിയ കുഴപ്പക്കാരെ ആക്കാണല്ലോ നിങ്ങളൊക്കെ ചെയ്തത്. ഞങ്ങൾ പറഞ്ഞു 2019 ജനുവരിയിൽ ഒരു മഹാത്ഭുതവും KSRTC സംഭവിച്ചിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായി ശമ്പളം KSRTCയിൽ നിന്നുള്ള പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണല്ലോ ചെയ്തത്. അപ്പോ ഞങ്ങൾ പറഞ്ഞതിന്റെ കാര്യം ജനുവരി 22-ാം തീയതിക്ക് ശേഷമുള്ള കണക്കെടുക്കണം. ആ കണക്കാണ് യഥാർത്ഥ കണക്ക് KSRTC. ഇത് രക്ഷപ്പെടുകയല്ല, ഈ സ്ഥാപനം താഴോട്ടാണ് പോകുന്നത്. ഇതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏക അഭിപ്രായ വ്യത്യാസം ശ്രീ ടോമിൻ ജെ തച്ചങ്കരിയുമായി ഞങ്ങൾക്കുണ്ടായിരുന്ന ഇതാണ്. കാരണം കോർപ്പറേഷൻ രക്ഷപ്പെടുകയല്ല, ഈ സ്ഥാപനം താഴോട്ടാണ് പോകുന്നത്. ഇത് പറഞ്ഞപ്പോൾ ട്രേഡ് യൂണിയൻകാരൻ തുലയ്ക്കാൻ നിന്നു എന്നാണ് നിങ്ങളെല്ലാം പറഞ്ഞു വെച്ചത്. 2018 ഏപ്രിൽ മാസം ശ്രീ ടോമിൻ ജെ തച്ചങ്കരി KSRTCയുടെ CMD ആയിട്ട് വരുമ്പോൾ ആ മാസത്തെ വരുമാനം 194 കോടി 90 ലക്ഷമാണ്. 2019 ജനുവരി, അതായത് 25 വർഷത്തിന് ശേഷം ഞങ്ങൾ സ്വന്തം വരുമാനത്തിൽ നിന്ന് ശമ്പളം എന്ന് കൊട്ടിഘോഷിച്ച മാസം 189 കോടി 71 ലക്ഷം. ഏപ്രിൽ മാസം ഒരു വർഷം മുമ്പ് 194 കോടി ഉണ്ടായിരുന്ന 189 കുറഞ്ഞ ജനുവരി മാസത്തിന്റെ പ്രത്യേകത നിലയ്ക്കലിൽ നിന്ന് പമ്പയ്ക്ക് പോയ ഏതൊരു അയ്യപ്പ ഭക്തനും KSRTCക്ക് ഏറ്റവും കുറഞ്ഞ 80 രൂപ കൊടുത്തിട്ടുണ്ട്. ആ അധിക വരുമാനം ഇതിനകത്ത് പ്രതിഫലിച്ചത് കുറച്ചു കഴിഞ്ഞാൽ 150 കോടി രൂപയായി കൂപ്പുകുത്തി. ജനുവരി മാസം KSRTCയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ ടോമിൻ ജെ തച്ചങ്കരിയാണ്. അപ്പോ ഇതിനെന്തിനു വേണ്ടിയിട്ട് ഈ സ്ഥാപനത്തിൽ വലിയ ഒരു ദിവസത്തെ കളക്ഷൻ, ജനുവരി മാസം 7-ാം തീയതിയിലെ കളക്ഷൻ 8.5 കോടിയാണ്. അന്ന് ഞങ്ങൾ പറഞ്ഞു 8-9 അവധി, തലേ ദിവസം ഞായറാഴ്ച 8-9 പണിമുടക്ക്, അതിന്റെ പ്രതിഫലിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ സ്ഥാപനം നന്നാവാൻ നിങ്ങൾ സമ്മതിക്കില്ലേ എന്നാണ് നിങ്ങളെ പോലുള്ളവർ ചോദിച്ചത്. ഈ സ്ഥാപനത്തെ പരിമിതപ്പെടുത്തുകയാണെന്ന് ഞങ്ങൾ കുറച്ചു കാലം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാപനം രക്ഷപ്പെട്ടാൽ ആത്യന്തികമായി ആദ്യ ഗുണഭോക്താക്കൾ KSRTCയിലെ തൊഴിലാളികളാണ്. പിന്നെ ഞങ്ങൾ ഈ സ്ഥാപനത്തെ എതിർക്കണോ? ഒരു ദിവസം കയറിക്കൊണ്ടിരുന്ന യാത്രക്കാരുടെ എണ്ണം അങ്ങേയറ്റം ആശങ്കാകുലമായി കുറയുന്ന സ്ഥിതിയുണ്ടായത്.
2018 ഏപ്രിൽ മാസം 29,18,00,000 യാത്രക്കാർ KSRTC ആശ്രയിച്ചെങ്കിൽ അത് കഴിഞ്ഞ മാസം ജനുവരി ആകുമ്പോഴേക്ക് 25.53 ലക്ഷമായിട്ട് കുറഞ്ഞു. ഈ യാത്രക്കാർ മറ്റ് വാഹനങ്ങളെ ആശ്രയിക്കുകയാണ്. ഇതൊരു അജണ്ടയാണ്. ഈ സ്ഥാപനത്തെ പരിമിതപ്പെടുത്തി ഈ സ്ഥാപനത്തെ സ്വകാര്യ മേഖലയ്ക്ക് അടിയറ വയ്ക്കുക. അത് ഈ ഗവൺമെന്റിന്റെ നയമല്ല. അതുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് വർഷം തോറും തന്നുകൊണ്ടിരിക്കുന്ന 1000 കോടി രൂപ എല്ലാ വർഷവും ഇത് വാങ്ങിക്കലല്ല പണി. അത് ഉപയോഗപ്പെടുത്തി ഈ സ്ഥാപനത്തെ വികസിപ്പിക്കണം. ജനപക്ഷ വികസനം ഇതിനകത്ത് വേണം. ഈ സ്ഥാപനത്തെ ജനങ്ങളുടെ പ്രസ്ഥാനമാക്കി മാറ്റണം. അത് പറഞ്ഞ ട്രേഡ് യൂണിയനുകളെ പ്രതി ചേർത്ത് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയാണ് നിങ്ങളുടെ റിപ്പോർട്ട് ഇപ്പോൾ തന്നിട്ടുള്ളത്. ഈ സ്ഥാപനത്തിൽ ഏറ്റവും ഒടുവിൽ ശ്രീ തച്ചങ്കരി 30-ാം തീയതി മാറ്റാൻ തീരുമാനിക്കുന്നു. 30-ാം തീയതി ജനറൽ മാനേജർ ഓപ്പറേഷൻസ് സർക്കുലർ ഇറക്കുകയാണ്. വരുമാനം കുറഞ്ഞു. ഇതെല്ലാമാണ് ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്കുള്ള മറുപടി നിങ്ങൾ തന്നെ ഹരികൃഷ്ണൻ, ഈ വരുമാനം കുറഞ്ഞത് ഇപ്പോഴും താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട് ആക്ഷേപിക്കുന്ന തച്ചങ്കരിയെ തന്നെയാണ്. അപ്പോഴും അദ്ദേഹം കൊണ്ടുവന്ന ചില പരിഷ്കാരങ്ങളുണ്ട്. KSRTC അദ്ദേഹം ആത്മവിശ്വാസത്തോടെ ഞങ്ങളുടെ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, 1.5 വർഷം കൂടി സമയം കിട്ടിയിരുന്നുവെങ്കിൽ കരകയറ്റുമായിരുന്നു, KSRTCയെ സ്വന്തം നിലയിൽ പ്രാപ്തരാക്കുമായിരുന്നു, വേണമെങ്കിൽ സർക്കാരിന് പോലും ധനകാര്യ മന്ത്രിക്ക് പോലും ആശ്രയിക്കാവുന്ന ഒരു സ്ഥാപനമാക്കി KSRTCയെ മാറ്റുമായിരുന്നു. അതിനുള്ള അവസരം പോലും നൽകാതെ അദ്ദേഹത്തെ പടിയിറക്കി വിടുന്ന സാഹചര്യം. ഒരു ശ്രമമെങ്കിലും അദ്ദേഹം നടത്തി KSRTC രക്ഷപ്പെടുത്താൻ. മറ്റിതിനു മുൻപ് വന്നിരുന്ന പല ആൾക്കാരും ഇത് അങ്ങനെ അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോൾ പരിഷ്കരണങ്ങളിലൂടെ നിങ്ങളുടെ എതിർപ്പ് ഉണ്ടായിരുന്നു. സ്വാഭാവികമാണ്, എതിർപ്പുണ്ടാകുക സ്വാഭാവികമാണ്. ആ എതിർപ്പുകൾ മറികടന്നും നടത്തിയ പരിഷ്കരണങ്ങൾ അത് KSRTCയെ ലാഭത്തിലെത്തിക്കും, അല്ലെങ്കിൽ KSRTC സ്വന്തം കാലിലെത്തിക്കും എന്ന നിലയിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തുടങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ മാത്രം സമ്മർദ്ദം കൊണ്ട് സർക്കാർ ഇത്തരം തീരുമാനം എടുക്കേണ്ടി വന്നത്. ഇത് അടിസ്ഥാനരഹിതവും വസ്തുതാ വിരുദ്ധവുമായ പ്രസ്താവനയാണ് നിങ്ങൾ നടത്തിയത്. കാരണം ഇദ്ദേഹം വരുന്നത് 2018 ഏപ്രിൽ മാസമാണ്. മാർച്ച് മാസം KSRTCയുടെ ചെലവ് ഉണ്ടായിരുന്നതിൽ നിന്ന് 4.14 കോടി രൂപ ഗവൺമെന്റ് ഇടപെടലിലൂടെ കുറച്ച് അത് പ്രതിഫലിച്ച മാസമാണ്. മാർച്ച് മാസം 31-ാം തീയതിയാണ് കൺസോർഷ്യം കരാർ ഒപ്പിടുന്നത്. അപ്പോൾ KSRTCയുടെ CMD ശ്രീ ഹേമചന്ദ്രൻ IPS അവർകളാണ്. 3 കോടി രൂപ തിരിച്ചടവുണ്ടായിരുന്ന ഏപ്രിൽ 1-ാം തീയതി മുതൽ വെറും 86 ലക്ഷം രൂപയെ, അത് 2.14 കോടി രൂപ കുറഞ്ഞു. അതിന് പുറമെ പെൻഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം KSRTC അല്ല ഇപ്പൊ കൊടുക്കുന്നത്, സർക്കാർ ഇടപെട്ടുകൊണ്ട് കൊടുക്കുകയാണ്. 2 കോടി രൂപയാണ് ഒരു ദിവസം ബാധ്യത കുറഞ്ഞത്. ഇവിടെ ലളിതമായൊരു സംശയം, അവശേഷിക്കുന്ന 1.34 കോടി രൂപയുടെ ഗ്യാപ്പ് KSRTCയുടെ പ്രശ്നം തീർന്നല്ലോ. ഏപ്രിൽ മുതൽ ജനുവരി വരെ ഇദ്ദേഹം നടത്തിയ ഏതെങ്കിലും പരിഷ്കാരത്തെ ഞങ്ങൾ അള്ളുവെച്ചിട്ടുണ്ടോ? ഏതെങ്കിലും പരിഷ്കാരത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പണിമുടക്കിയിട്ടുണ്ടോ? നിങ്ങൾ പറയൂ, ഏപ്രിൽ മുതൽ ജനുവരി വരെ ഈ സ്ഥാപനത്തിൽ എന്ത് പ്രതിഫലനം ഉണ്ടായി? അതെന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? അത് ചോദിച്ചാൽ ഞങ്ങൾ പ്രതിയാവുന്നത് എങ്ങനെയാ? ഏപ്രിൽ മാസം ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, ഏപ്രിൽ മാസം വരുമാനം 190 ലക്ഷം, മെയ് മാസം 207 കോടി 35 ലക്ഷം, ജൂൺ മാസം 189 കോടി 98 ലക്ഷം, ജൂലൈ മാസം 197 കോടി 65 ലക്ഷം. ഇദ്ദേഹം ഇറങ്ങിപ്പോകുന്ന ജനുവരിയിൽ 189 കോടി 71 ലക്ഷം. ഈ പരിഷ്കാരത്തിൽ എവിടെയാ പ്രതിഫലിച്ചത്? ഈ കണക്ക് കോർപ്പറേഷന്റെ കണക്കല്ലേ ഇത്? 1 രൂപയുടെ വർധനവ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ. 1 രൂപയുടെ വരുമാന വർധനവ് ചൂണ്ടിക്കാണിക്കൂ. ഞങ്ങൾ ഏത് പരിഷ്കാരത്തെ, ഇദ്ദേഹത്തിന്റെ ഏതെങ്കിലും പരിഷ്കാരം ഞങ്ങൾ തോപ്പിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാവോ? ഈ 1 വർഷക്കാലത്തിനിടയിൽ ഞങ്ങൾ പുറംതിരിഞ്ഞതായിട്ട് നിങ്ങൾക്ക് പറയാവോ? എന്തിനാ ഞങ്ങളെ പ്രതിയേർക്കണത്? അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് ഇറങ്ങിപ്പോയതിനു ശേഷം ഇപ്പൊ ആ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നന്നായിട്ട് ചർച്ച ചെയ്യണം ഇത്. കാരണം ഈ വാഹനത്തിൽ ഹരികൃഷ്ണൻ തിരിച്ചു വരാം, ദയവായി തുടരുക. ശ്രീ ഡിജോ കാപ്പനും ടെലിഫോണിലുണ്ട്. ഡിജോ കാപ്പൻ, ഈ ഇറങ്ങിപ്പോയതിനു ശേഷം വീണ്ടും തച്ചങ്കരി തങ്ങളെ ആക്രമിക്കുകയാണ്. 1 രൂപയുടെ വരുമാന വർധനവ് പോലും തച്ചങ്കരി എന്ന MD KSRTCക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ആ സ്ഥാപനത്തെ രക്ഷപ്പെടുത്താൻ MD എന്ന നിലയിൽ ശ്രമിച്ചിട്ടില്ല. സ്വകാര്യ മുതലാളിമാർക്ക് അല്ലെങ്കിൽ സ്വകാര്യ വാഹനങ്ങൾക്ക് KSRTC അടക്കം അതിന്റെ നഷ്ടത്തിൽ അവർക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് MD നടത്തിയത് എന്നാണ് ഇപ്പോഴും യൂണിയൻ നേതാക്കൾ ആരോപിക്കുന്നത്. അല്ല, ബഹുമാനപ്പെട്ട യൂണിയൻ നേതാവിനോട് എനിക്ക് ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. ഈ സ്ഥാപനം ആർക്ക് വേണ്ടിയാ? ഇത് ജീവനക്കാർക്ക് വേണ്ടിയാണോ യാത്രക്കാർക്ക് വേണ്ടിയിട്ടാണോ? ഇത് 1965 905 ഷെഡ്യൂളോടുകൂടി തുടങ്ങിയപ്പോൾ അന്ന് 6 ജീവനക്കാരായിരുന്നു ഈ ബസ്സിനുണ്ടായിരുന്നത്.
അതിനുശേഷം ജനാധിപത്യ സർക്കാരുകൾ അധികാരത്തിൽ വന്ന് അതിന്റെ റേഷ്യോ ഏതാണ്ട് 11-12 എത്തി. അന്ന് ഞങ്ങളിത് ചൂണ്ടിക്കാണിച്ചതാണ്. KSRTC വലിയ പ്രതിസന്ധിയിലോട്ട് പോകുന്നു. ഇങ്ങനെ അന്യ സംസ്ഥാനങ്ങളിലെ ഒരു ബസിന്റെ റേഷ്യോയിലോട്ട് വന്നില്ലെങ്കിൽ ഇവിടെ ശമ്പളവും പെൻഷനും മുടങ്ങും. അന്ന് ഞങ്ങളെ കണ്ട് പിന്തിരിപ്പന്മാരെന്നോ തൊഴിലാളി വിരുദ്ധരെന്നൊക്കെ ചിത്രീകരിച്ചു. അതിനുശേഷം ഇന്നിപ്പോൾ അത് വീണ്ടും ആ റേഷ്യോ കുറഞ്ഞ് 7 എത്തി. അപ്പോൾ ഒരു ക്രൈസിസ് കുറഞ്ഞു വരിക. ഞാൻ ബഹുമാനപ്പെട്ട യൂണിയനാരോട് ചോദിക്കട്ടെ, മറ്റ് സംസ്ഥാനങ്ങളിൽ ഈ ബസിന്റെ സൂപ്പർവൈസറി സ്റ്റാഫ്, ഇവിടെ 2500 പേരുള്ള സൂപ്പർവൈസറി സ്റ്റാഫിൽ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ഈ 5000 ബസ്സിന് 600 പേരേ ഉള്ളൂ. അപ്പം കളക്ഷൻ കൂടുക മാത്രമല്ല, ചെലവ് ചുരുക്കുകയും കൂടി, അല്ലെങ്കിൽ ചെലവും കൂടെ കുറഞ്ഞില്ലെങ്കിൽ ഇത് രണ്ടറ്റവും കൂടെ കൂട്ടിമുട്ടത്തില്ല. ഇവിടെ ഡബിൾ ഡ്യൂട്ടി സംവിധാനം, ആ ഡബിൾ ഡ്യൂട്ടി സംവിധാനത്തിൽ സിംഗിൾ ഡ്യൂട്ടിയിലോട്ട് വന്നതുകൊണ്ട് തന്നെ വർഷം 30 കോടി രൂപയുടെ വ്യത്യാസം വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ അതർ ഡ്യൂട്ടി കുറഞ്ഞതുകൊണ്ട് 55 കോടി രൂപയുടെ വ്യത്യാസം വന്നിരിക്കുന്നു. പരസ്യത്തിന്റെ വർധനവ് 120 കോടി രൂപയാണല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതലുള്ളത്. അത് എന്തായാലും അങ്ങ് യൂണിയൻകാർ അംഗീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇന്ധനക്ഷമതയുടെ വർധനവ്, ഇതൊക്കെ ഒരു ടീമിന്റെ ക്യാപ്റ്റൻ, അയാളല്ലല്ലോ എല്ലാ വണ്ടി ഓടിക്കുന്നത്, അയാൾ കൊടുക്കുന്ന കാലാകാലങ്ങളിൽ കൊടുക്കുന്ന ഡയറക്ഷനോട് കൂടിയാണ് ഇതിനൊക്കെ വരുന്നത്. പിന്നെ ഇപ്പോൾ യൂണിയനുകൾക്ക് ഈ അസംതൃപ്തി ഉണ്ടാകാനുണ്ടായ ഒരു കാരണം 30 വർഷമായി കൺട്രോളിംഗ് ഇൻസ്പെക്ടർ എന്നൊരു തസ്തികയില്ലായിരുന്നു. 30 വർഷമായി അങ്ങനെ ആളുകളെ അവിടെ ഇരുത്തിക്കൊണ്ട് ശമ്പളവും ആ പെൻഷൻ പറ്റിയ ആളുകൾക്ക് പെൻഷനും കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഇതിനകത്ത് ഇപ്പോൾ തച്ചങ്കരി പോയതിന് ശേഷം ഇപ്പം വന്ന വാർത്തകൾ വരുന്നത് DC, അതായത് ഡ്രൈവർ കം കണ്ടക്ടർ എന്ന തസ്തിക ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഇതിനകത്തുള്ള ആങ്സൈറ്റി, ഞങ്ങൾ ഇത് 2006 മുതൽ പറയുന്ന ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അങ്ങനെയാണ്. ദീർഘദൂര സർവീസുകളിൽ ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന വണ്ടികള് പരമാവധി 30 ടിക്കറ്റാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ അത് 16-18 മണിക്കൂറുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡ്രൈവർ വണ്ടി ഓടിച്ചാൽ സ്വാഭാവികമായും അപകടത്തിൽപ്പെടും. അങ്ങനെയുള്ള ബസ്സുകളിൽ ഉറപ്പായും ഡ്രൈവർ കം കണ്ടക്ടർ വേണമെന്ന് പറഞ്ഞു. ഡ്രൈവർമാരായിട്ടുള്ള ആളുകൾ ചുമ്മാ കയറ്റിവിടുകയല്ല, അവരും കൂടെ കണ്ടക്ടർ ലൈസൻസ് എടുത്തതിന് ശേഷമാണ്. അപ്പോൾ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട്ടേക്ക് അല്ലെങ്കിൽ ഒരു കോയമ്പത്തൂർ എത്തുമ്പോഴത്തേക്കും ആ ഡ്രൈവർ ഇറങ്ങിയിട്ട് അദ്ദേഹം കണ്ടക്ടറുടെ സീറ്റിൽ പോയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ക്ഷീണം മാറുന്നു. മറ്റേ ഫ്രഷ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതുവരെ റെസ്റ്റ് എടുത്ത ആളുകൾ വണ്ടി ഓടിക്കുന്നു. ഇത് നടപ്പാക്കിയതിന് ശേഷം 120 അപകടങ്ങൾ പ്രതിമാസം ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് 98 കുറഞ്ഞു. അതായത് കുറെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. അപകടങ്ങളിൽപ്പെട്ട വണ്ടിയുടെ ഡാമേജ് കുറയുന്നതോടുകൂടി KSRTCക്ക് അങ്ങനത്തെ കോമ്പൻസേഷൻ കൊടുക്കേണ്ട ബാധ്യതയിൽ നിന്ന് ഒഴിവാകുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതാണ് ഞങ്ങൾക്ക് തച്ചങ്കരി ശരിയായി ആണ് പ്രവർത്തിച്ചത് എന്ന് തോന്നിയത്. പിന്നെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ പറഞ്ഞതുപോലെ യൂണിയന്റെ താല്പര്യപ്രകാരം ചില തസ്തികകളൊക്കെ ഉണ്ടാക്കുകയും അവിടെ ഇരിക്കുകയും ചെയ്ത ആളുകളോട് ഫീൽഡിൽ ഇറങ്ങാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകൾക്ക് അസ്വസ്ഥത വരും. ഞാൻ ഇതിന് ശേഷം വളരെയേറെ ജീവനക്കാരുമായിട്ട് സംവദിച്ചു. അവരൊക്കെ പറഞ്ഞത് KSRTC രക്ഷപ്പെടുമായിരുന്നു കുറെ കാലം കൂടി അദ്ദേഹം ഇരുന്നത്. തിരിച്ചു വരാം. ശ്രീ രാഹുൽ, AITUS നേതാവ്. ശ്രീ രാഹുൽ, അങ്ങനെയാണ് KSRTC ഒരു 1.5 വർഷം കൂടി തനിക്ക് തന്നിരുന്നുവെങ്കിൽ താൻ രക്ഷപ്പെടുത്തുമായിരുന്നു KSRTCയെ. മേലധികാരികളെ സ്വാധീനിക്കാൻ എന്ത് ശ്രമവും നടത്തുന്നവരാണ് യൂണിയൻ നേതാക്കൾ. അതിന് വഴങ്ങിയില്ലെങ്കിൽ അവരെ പുറത്താക്കാനുള്ള സമ്മർദ്ദം യൂണിയൻകാർ ചെയ്യും. അതാണ് തനിക്കും സംഭവിച്ചത്. തനിക്ക് സമയം തന്നില്ല KSRTC രക്ഷപ്പെടുത്താൻ എന്ന് പറയുകയാണ് ഞങ്ങളുമായുള്ള അഭിമുഖത്തിൽ തച്ചങ്കരി. നോക്കൂ, ഒരു കാര്യം ഞാൻ ശ്രീ ഡിജോ കപ്പൻ പറഞ്ഞ വിവരക്കേടിനൊന്നും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് കഴിഞ്ഞ 10-15 വർഷക്കാലമായി ഈ നിലയിൽ മാധ്യമങ്ങളിൽ വന്നിരുന്ന് നട്ടാൽ കുറുക്കാത്ത പച്ച നുണ സ്വകാര്യ ബസ്സുകാർക്ക് വേണ്ടിയും ഇതുപോലുള്ളവർക്കും വേണ്ടിയും ഒരു പിമ്പായി ഏറ്റെടുത്തുകൊണ്ടാണ് അദ്ദേഹം വർത്തമാനം പറയുന്നത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ശ്രീ ടോമിൻ ജെ തച്ചങ്കരി KSRTC CMD സ്ഥാനത്ത് നിന്നും ഗവൺമെന്റ് മാറ്റി. സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഗവൺമെന്റിന് മാറ്റാനുള്ള അധികാരമുണ്ട്, അവരുടെ പോർട്ട്ഫോളിയോയുടെ ഭാഗമാണ്. പക്ഷേ മാറിപ്പോകുന്ന ഒരു ഉദ്യോഗസ്ഥൻ മാറിപ്പോയതിനു ശേഷവും ഇതേ നിലയിൽ ഈ മഴ പെയ്തതിനു ശേഷം മരം പെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ മാറിപ്പോയതിൽ ഒരു വലിയ മോഹഭംഗം അദ്ദേഹം പറയുന്നു എന്നുണ്ടെങ്കിൽ ഒരു 6 മാസക്കാലമോ 7 മാസക്കാലമോ കൂടി KSRTCയിൽ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി തുടർന്നാൽ ഉണ്ടാക്കാവുന്ന നേട്ടങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ഒരുപക്ഷെ അതിനകത്ത് ഏറ്റവും വ്യാകുലപ്പെടുന്നത്. ആ നേട്ടം നോക്കൂ, KSRTCയെ സംബന്ധിച്ചല്ല, മറിച്ച്
കേരളത്തിൽ ആയിരക്കണക്കിന് വാടക ബസ്സുകൾ ഏറ്റെടുത്ത് അതിൽ നിന്നും പണം തട്ടാനുള്ള വലിയ ഗൂഢ നീക്കം KSRTC മാനേജിംഗ് ഡയറക്ടറുടെ ഭാഗത്തു നിന്ന് ഒരു പക്ഷേ ഉണ്ടായിരുന്നിരിക്കാം. ഞങ്ങൾ ന്യായമായി സംശയിക്കുന്നു. വാടക വണ്ടികൾ വലിയ അഴിമതിയുടെ മുഖമാണ് കേരളത്തിൽ തുറക്കാൻ പോയിരുന്നത്. ഞങ്ങൾ വലിയ ചെറുത്തുനിൽപ്പ് നടത്തിയത് കൊണ്ടാണ് ആ കാര്യങ്ങളിൽ നമുക്ക് ഒരു പരിധിവരെ പിടിച്ചു നിൽക്കാനായത്. അതുപോലെ തന്നെ ടിക്കറ്റിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മേലുള്ള വലിയ പ്രശ്നം ഒരുപക്ഷെ അതെല്ലാം അദ്ദേഹം കണക്ക് കൂട്ടി അതെല്ലാം ആഗ്രഹിച്ചിരുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു ആകുലതയും വ്യാകുലതയും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അദ്ദേഹത്തിന്റെ കാലഘട്ടങ്ങളിലെ പരിഷ്കാരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ നീട്ടി പറയുന്നുണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് ശ്രീരാമൻ, ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷെ എന്റെ ചോദ്യം അതല്ല. ഈ ഒരു സ്ഥാപനം അത് ഏതാണ്ട് പോകാറായ അവസ്ഥയിൽ വേണമെങ്കിൽ ഇങ്ങനെ നടത്തുന്ന സ്ഥാപനം എന്തിനിങ്ങനെ നടത്തുന്നു ഹൈക്കോടതി പോലും ചോദിച്ചു. അടച്ചു പൂട്ടി പോയിക്കോട്ടെ എന്ന് ചോദിച്ചൊരു സ്ഥാപനം അത് രക്ഷപ്പെടുത്താനൊരു ശ്രമം നടന്നു. രാഹുൽ, ഞാനെന്ന് പറഞ്ഞു കേൾക്കൂ. അത് രക്ഷപ്പെടുത്താനൊരു ശ്രമമെങ്കിലും അദ്ദേഹം നടത്തി, അതിലെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. എന്നതിനപ്പുറം എന്ത് തെറ്റാണ് അദ്ദേഹം ചെയ്തത്? നിങ്ങൾ പറയുന്ന ഈ അഴിമതി ആരോപണങ്ങളൊക്കെ അതൊരു പക്ഷേ ഇനിയും ചർച്ചയ്ക്ക് വരാവുന്ന കാര്യങ്ങളാണ്. അപ്പോഴും അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ, ശമ്പളം കൊടുക്കാൻ നടത്തിയ ശ്രമങ്ങൾ, സ്ഥാപനത്തെ രക്ഷപ്പെടുത്താൻ നടത്തിയ ശ്രമങ്ങൾ, അത് എങ്കിലും അഭിനന്ദനാർഹമല്ല. പറഞ്ഞാൽ ഏത് ശ്രമം? താങ്കൾ ഒരു കാര്യം എനിക്കൊന്ന് ചൂണ്ടിക്കാണിച്ചു തരൂ. അതാണ് ഞാൻ ചോദിക്കുന്നത്. പരിഷ്കാരങ്ങൾ, ശ്രമങ്ങൾ എന്ന് നിങ്ങൾക്ക് വാർത്താക്കുറിപ്പിലൂടെ ലഭിക്കുന്നതിനപ്പുറം ഒരു ശ്രമം ഒന്ന് പറഞ്ഞതാ, അതിന് ഞാൻ മറുപടി പറയാം. അതല്ലാതെ എങ്ങനെയാ ഏറിൽ നിന്നോട് മറുപടി പറയുന്നത്? ഞാൻ പറയാം, ഇപ്പോൾ ഈ ഡ്രൈവർ കം കണ്ടക്ടർ എന്ന തസ്തിക അത് നിങ്ങൾ ആഴ്ചയിൽ 3 ദിവസം, ഞാൻ പറഞ്ഞോട്ടെ, ആഴ്ചയിൽ 3 ദിവസം മാത്രം ജോലി ചെയ്തുകൊണ്ടിരുന്ന ജീവനക്കാർ 5 ദിവസം ജോലി ചെയ്യുന്ന സാഹചര്യം വന്നു. ഈ ജീവനക്കാരുടെ അനുവാദം 9 നിന്ന് 6 ആക്കി അദ്ദേഹം കുറച്ചു. ഈ യാത്ര എന്നതിനപ്പുറം മറ്റു വരുമാന മാർഗങ്ങൾ തേടി അദ്ദേഹം KSRTCക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇത്തരത്തിലുള്ള ഒരുപാട് ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ലേ ശ്രീ രാഹുൽ? അവിടെ ഈ ഒരുപാട് കാര്യങ്ങളൊന്നും വിശദീകരിക്കട്ടെ. ബാക്കി 2 കാര്യങ്ങൾക്ക് കൃത്യമായ മറുപടി അങ്ങേക്ക് തരാം. ഈ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഡിജോ കാപ്പൻ പറയും പോലെ ആയിപ്പോയി. KSRTCയെ സംബന്ധിച്ചിടത്തോളം ഈ അദ്ദേഹം എന്താണ് നിങ്ങൾ സൂചിപ്പിച്ച 3 ദിവസം വന്നുകൊണ്ടിരുന്നത് സിംഗിൾ ഡ്യൂട്ടി പാറ്റേണിലേക്ക് മാറ്റി എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതുപോലെ ഡ്രൈവർ കം കണ്ടക്ടർ നടപ്പിലാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചു എന്ന് പറയാണ്. ഞാൻ ഉറപ്പിച്ച് നിങ്ങളോട് ആവർത്തിച്ച് സത്യസന്ധമായി പറയുന്നു, ഡ്രൈവർ കം കണ്ടക്ടർ KSRTC നടപ്പിലാക്കിയതിൽ ശ്രീ ടോമിൻ ജെ തച്ചങ്കരിക്ക് യാതൊരു പങ്കുമില്ല. അദ്ദേഹത്തിന് മുൻപിരുന്ന CMD ശ്രീ ഹേമേന്ദ്ര സാറിനും മുൻപിരുന്ന CMD ശ്രീ രാജമാണിക്യം സാറിന്റെ കാലഘട്ടത്തിലാണ് KSRTCയിൽ ഡ്രൈവർ കം കണ്ടക്ടർ നടപ്പിലാക്കിയതും വ്യാപകമായി നടപ്പിലാക്കാൻ സംഘടന എന്ന നിലയിൽ ഞങ്ങളുമായി ചർച്ച നടത്തിയതും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളെല്ലാം ആ നിലപാടിനെ പിന്തുണച്ചതും അതിനുശേഷം ഗതാഗത സെക്രട്ടറി ശ്രീ ടോമിൻ ജെ തച്ചങ്കരിയുടെ മുഖ്യ ശത്രു, എതിരാളി എന്ന് ഇവരെല്ലാം വാഴ്ത്തുന്ന ശ്രീ ഗതാഗത സെക്രട്ടറി ജ്യോതിലാലുമായി നടത്തിയ ചർച്ചയിൽ ഡ്രൈവർ കം കണ്ടക്ടർ സിസ്റ്റം ഏതു നിലയിൽ അംഗീകരിച്ച് നടപ്പിലാക്കണമെന്നത് സംബന്ധിച്ച ധാരണ മുന്നോട്ട് വെച്ചതും ഞങ്ങളാണ് എന്ന കാര്യം വിസ്മരിച്ചുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ KSRTC നടപ്പിലായി വരുന്നുണ്ടോ? തച്ചങ്കരി ഇറങ്ങിയ ശേഷം ആ ഡ്രൈവർ കം കണ്ടക്ടർ എന്ന രീതി നടന്നു വരുന്നുണ്ടോ ഇപ്പോൾ KSRTC? കൃത്യമായി ഒരു തർക്കവും അതിനകത്ത് വേണ്ട. കൃത്യമായി DCയെ സംബന്ധിച്ച് KSRTC പുറത്തിറക്കിയ ഉത്തരവ്, മോട്ടോർ വാഹന നിയമത്തിൽ DCയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിരിക്കുന്ന ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒരു തർക്കവുമില്ലാതെ DC മുന്നോട്ട് പോകും. അതിന് ദൈവം തമ്പുരാൻ KSRTCയുടെ മാനേജിംഗ് ഡയറക്ടറായിട്ട് വന്നാലും അതിനകത്ത് ഒരു തർക്കവും വേണ്ട. ആ കാര്യങ്ങളിൽ നിന്ന് ഒരു പൊളിച്ചെടുത്ത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അത് ഒന്നാമത്തെ കാര്യം. 2, നിങ്ങൾ പറഞ്ഞു 3 ദിവസം ആഴ്ചയിൽ 3 ദിവസം വന്നിരുന്നവർ എല്ലാ ദിവസവും വരുന്ന നിലയിലേക്ക് എത്തി. എവിടെയാണ് ശ്രീ ഡിജോ കാപ്പനും പറഞ്ഞല്ലോ സിംഗിൾ ഡ്യൂട്ടി നടപ്പിലാക്കിയെന്ന്. കേരളത്തിൽ സിംഗിൾ ഡ്യൂട്ടി അപകട നിരക്ക് കുറയ്ക്കാൻ വേണ്ടി സിംഗിൾ ഡ്യൂട്ടിയിലേക്ക് മാറ്റണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടത് കേരളത്തിലെ സൂപ്പർ ക്ലാസ് സർവീസുകളല്ലേ? രാത്രികാലങ്ങളിൽ പോകുന്ന ദീർഘദൂര സർവീസുകൾ, ഫാസ്റ്റ് ബസ്, സൂപ്പർ ഫാസ്റ്റ് ബസ്, എക്സ്പ്രസ് ബസ്, ഡീലക്സ് ബസ്, വോൾവോ വണ്ടി, സ്കാനിയ വണ്ടികൾ തുടങ്ങി രാത്രികാലങ്ങളിൽ കണ്ണിമ വെട്ടാതെ ഡ്രൈവർ വിശ്രമമില്ലാതെ വണ്ടി ഓടിക്കുന്ന മേഖലകളിലാണ് സിംഗിൾ ഡ്യൂട്ടി പാറ്റേൺ നടപ്പിലാക്കി അപകട നിരക്ക് കുറയ്ക്കാൻ വേണ്ടുന്ന സമീപനം മുന്നോട്ട് വെച്ചതെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു, ശ്രീ തച്ചങ്കരി 34 ഇറങ്ങിപ്പോയെങ്കിൽ ഇന്നേ വരെ KSRTCയിൽ ഈ സൂപ്പർ ക്ലാസ് സർവീസുകൾ, ഞാൻ ഈ പറഞ്ഞ ഫാസ്റ്റ് മുതൽ മുകളിലോട്ടുള്ള ഒരു സർവീസിനെങ്കിലും സിംഗിൾ ഡ്യൂട്ടി പാറ്റേൺ നടപ്പിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ട്രേഡ് യൂണിയൻ പ്രവർത്തനം അവസാനിപ്പിച്ച് മുന്നോട്ട് പോകാം. നിങ്ങളുടെ കൂടെ വരാം. ശ്രീ രാഹുൽ തച്ചങ്കരി പറഞ്ഞതിന് ശ്രീ ഡിജോ കാപ്പൻ താങ്കൾക്ക് മറുപടി പറയാം. അല്ല, ഈ രാഹുലിനെ പോലെ വലിയ വിവരവും വിദ്യാഭ്യാസവും ഒന്നുള്ളവരല്ല ഞങ്ങൾ യാത്രക്കാർ. അദ്ദേഹം വലിയ വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ടെസ്റ്റ് എഴുതി KSRTCയിൽ ജോലിക്ക് കയറിയ ഒരാളാണല്ലോ. അപ്പം അദ്ദേഹത്തോട് നമുക്ക് സമ്മതിക്കാനുള്ള ശേഷിയില്ല. പക്ഷെ എനിക്ക് മനസ്സിലായിട്ടുള്ള മോട്ടോർ വാഹന നിയമത്തിൽ ഒരു ജീവനക്കാരൻ 8 മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് 9 മണിക്കൂർ റെസ്റ്റ് കൊടുക്കണം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോയ വാഹനം തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. അതിൽ ജിനു എന്ന് പറയുന്ന ഡ്രൈവർ കം കണ്ടക്ടറെ പോസ്റ്റ് ചെയ്തു. രാവിലെ അദ്ദേഹം വെളുപ്പിന് എഴുന്നേറ്റ് വന്ന് ഡ്യൂട്ടിക്ക് വന്നപ്പം പറഞ്ഞു ഇന്ന് ഇതായാൽ കണ്ടക്ടറാ പോകുന്നതെന്ന് പറഞ്ഞു.
ആ വണ്ടി തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട് എത്തണമെങ്കിൽ 12 സ്റ്റാൻഡ് കയറണം. ഏതാണ്ട് സിറ്റികളിൽ 35 കിലോമീറ്ററേ ഓടാൻ പറ്റുള്ളൂ. പിന്നെ പോകുന്ന വഴിക്ക് 10-20 സ്കൂളുകളുണ്ട്. അവിടെയും സ്പീഡ് കുറച്ചാ ഓടേണ്ടത്. അപ്പോൾ ഈ വാഹനം പാലക്കാട്ട് ചെന്നിട്ട് 9 മണിക്കൂർ അവിടെ റെസ്റ്റ് കിട്ടുന്നില്ല. 2-3 മണിക്കൂറേ ഉള്ളൂ. അങ്ങനത്തെ വാഹനങ്ങൾ തിരിച്ചാ വണ്ടി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ രാത്രി 2 മണിയാവുന്നുണ്ട്. അപ്പം അങ്ങനത്തെ വാഹനങ്ങളിൽ സ്വാഭാവികമായും ഡ്രൈവർ കം കണ്ടക്ടർ വേണം. ഇന്ന് പെരുമ്പാവൂരും അങ്ങനത്തെ വാഹനങ്ങൾ ഇന്ന് ഇത്രയും ദിവസം DC ആയിട്ട് ഓടിക്കൊണ്ടിരുന്നു. പിന്നെ ആ ബഹുമാന്യനായ നേതാവ് പറഞ്ഞു രാജമാണിക്യമായിരുന്നു ഇത് തുടങ്ങിയത്. ശരിയാ, രാജമാണിക്യത്തിന്റെ കാലത്ത് 40 ഷെഡ്യൂളുകൾ ഡ്രൈവർ കം കണ്ടക്ടറായിട്ട് എടുത്തു. അന്ന് ഏതാണ്ട് 600 പേരെ ട്രെയിനിങ് കൊടുത്ത് നിർത്തി. പക്ഷെ ബാക്കിയുള്ളത് വിടാൻ സമ്മതിച്ചില്ല. അത് വ്യാപകമായി അത് വിട്ടത് ഈ ടോമിൻ തച്ചങ്കരി വന്നതിന് ശേഷമാണ്. എന്തുകൊണ്ടാണ് ഇവർ ഡ്രൈവർ കം കണ്ടക്ടർ എതിർക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഡ്രൈവർ കം കണ്ടക്ടർ എതിർക്കുന്നത് ആശ്രിത നിയമനം കിട്ടിയവരെ പോലെയല്ല, അല്ലാതെ PSC ടെസ്റ്റ് എഴുതി കയറിയ ആളുകളുണ്ട്. അവര് 4th ഇതിലാണ് ഡ്രൈവർമാർ കയറുന്നത്, 4th സ്കെയിലില്. കണ്ടക്ടർമാർ ഒരു സ്കെയില് താഴെയാണ് കയറുന്നത്. പക്ഷെ 9 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കണ്ടക്ടർമാരുടെ പ്രൊമോഷൻ അങ്ങോട്ട് വളരെ സ്പീഡിൽ കയറുക. രാഹുലിനെ പോലെ ഏതാനും ചില ആളുകളെ ഉള്ളൂ. ബാക്കി മുഴുവൻ KSRTC നേതാക്കന്മാർ മുഴുവൻ കണ്ടക്ടർ വന്ന് ഇൻസ്പെക്ടർമാരായ ആളുകളാ. അവർ എന്ന് ട്രേഡ് യൂണിയൻ എഗ്രിമെന്റ് മാനേജ്മെന്റായിട്ട് ഉണ്ടാക്കുന്നു അന്ന് ഇൻസ്പെക്ടർമാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഡ്രൈവർ കം കണ്ടക്ടർ വന്നു കഴിഞ്ഞാൽ നാളെ ഈ ഡ്രൈവർമാർ പറയും, അതിനകത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, MBA കഴിഞ്ഞവർ വരെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ പറയും ഞങ്ങൾക്കും ഇത് അവകാശപ്പെട്ടതാണ്. ആ ഒരു ഭീതിയാണ് ഈ ഡ്രൈവർ കം കണ്ടക്ടറെ ഇവരെ എതിർക്കുന്നതിന്റെ കാര്യം. വണ്ടി പോയി അപകടത്തിൽപ്പെട്ടോട്ടെ, ആളുകൾ മരിച്ചോട്ടെ, ഇതൊന്നും ഇവർക്ക് പ്രശ്നമല്ല. സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മോട്ടോർ വാഹന നിയമത്തിൽ കൃത്യമായി പറയുന്നുണ്ട് 8 മണിക്കൂർ ജോലി ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാളെ കൊണ്ട് 9 മണിക്കൂർ കഴിഞ്ഞ് ജോലി ചെയ്യിപ്പിക്കാവുള്ളൂ. അങ്ങനെ എത്ര സർവീസുകൾ അല്ലാതെ കേരളത്തിൽ ഓടുന്നുണ്ട്. ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ട ഓർഡറാ, അല്ലാതെ കേരളത്തിലെ യൂണിയൻകാരുടെ ഒരു ഔദാര്യമൊന്നും അല്ലാതെ സിംഗിൾ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഡ്രൈവർ കം കണ്ടക്ടർ എന്ന കൺസെപ്റ്റിലോട്ട് വരുന്നത്. അല്ലാതെ ഞങ്ങൾ ഇവിടെ വന്നിരുന്നത് ഞങ്ങൾ യാത്രക്കാരുടെ കാര്യം പറയുമ്പോൾ പ്രൈവറ്റ് ബസ്സിന് വേണ്ടിയിട്ട് വാദിക്കുവാണെന്നൊക്കെ പറയുന്ന അല്പത്തരത്തിനൊന്നും മറുപടി പറയാൻ ഞങ്ങൾ. ശ്രീ രാഹുൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും ടോമിൻ ജെ തച്ചങ്കരിയെ നിർത്തുന്നില്ല. അദ്ദേഹം യൂണിയൻ നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നു. യൂണിയൻ നേതാക്കളാണ് തന്നെ പുറത്താക്കിയതിന് പിന്നിൽ 1.5 വർഷം കൂടി സമയം കിട്ടിയിരുന്നുവെങ്കിൽ താൻ KSRTCയെ ലാഭത്തിൽ എത്തിച്ചേനെ എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു.